ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOD അഥവാ PCOS, അതിൻ്റെ സിംറ്റംസ്, അതുണ്ടാകാനുള്ള കാരണങ്ങൾ. ഇതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഈ PCOD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഹോർമോൺ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പോളിസിസ്റ്റ് ഒവേറിയൻ സിൻഡ്രോം. ഇന്ന് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം ഒരു 50 പേരിൽ 5 പേർക്കും PCOD ഉള്ളതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സോ നമ്മൾക്ക് PCOD എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്. അതുപോലെ തന്നെ അമിതമുള്ളവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുവരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും PCOD കണ്ടുവരുന്നുണ്ട്. PCOD എന്ന് പറയുന്ന ഒരു കൂട്ടം ഓഫ് സിംറ്റംസ് ഉള്ള ഒരു അസുഖമാണ് PCOD. അതിൽ 3 പ്രധാന ഘടകങ്ങൾ ഞാൻ പറയാം. 3 പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് വരിക, അതുപോലെ തന്നെ പീരിയഡ്സ് പ്രോപ്പർ അല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഓവറിയിൽ ഉണ്ടാകുന്ന കുമിളകൾ. ഈ 3 ഘടകങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യണം PCOD. PCOD നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്കാനിങ് ത്രൂ ആയിരിക്കും PCOD നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓവറിയിൽ നമ്മൾക്ക് കാണുന്ന കുമിളകളാണ് നമ്മൾക്ക് PCOD ആയിട്ട് നമുക്ക് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. PCODയിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നതാണ് പീരിയഡ്സ് മിസ്സാകുന്നത്. അതായത് പീരിയഡ്സ് ഉണ്ടാകുന്ന ഒരു ബാലൻസും, അതായത് പീരിയഡ്സ് ഡേറ്റ് മാറിപ്പോവുക അല്ലെങ്കിൽ പീരിയഡ്സ് കിട്ടാതെ വരുന്നൊരു സിംറ്റം നമുക്ക് PCOD ഉണ്ടെന്ന് പ്രധാനമായും മനസ്സിലാകുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രോബ്ലംസ്, ഇൻസുലിനിൻ്റെ അളവ് കുറവും അല്ലെങ്കിൽ കറക്റ്റായി വരാത്തതും ഒരു ഇതും PCODയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ അമിത വണ്ണമുള്ളവരിൽ PCOD അവരുടെ BMI ബാലൻസ് ചെയ്യാത്തതും മൂലം അവർക്ക് PCOD വരുന്നു. പിന്നെ PCOD ഉള്ളവരിൽ നമ്മൾക്ക് അതായത് ഹെയറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ മുഖത്താണെങ്കിലും നമ്മുടെ കൈകളിലാണെങ്കിലും ഹെയറിൻ്റെ രോമ വളർച്ച നമുക്ക് വളരെ കൂടുതലായിട്ടും, ഫേസിൽ പാടുകൾ, കുരുക്കൾ, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതായിട്ടും, പിന്നെ കറുപ്പ്, നമ്മുടെ കഴുത്തിന് പുറകിൽ കറുപ്പ് കളറ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓവുലേഷൻ റിലേറ്റഡ് ആയിട്ട് PCOD ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടുവരാറുണ്ട്. അതായത് അവർക്ക് പീരിയഡ്സ് ഒക്കെ പ്രോപ്പർ ആവാത്തത് കൊണ്ട് ചില മാസങ്ങളിൽ അവർക്ക് പീരിയഡ്സ് നമുക്ക് ഓവുലേഷൻ പീരിയഡ്സ് കിട്ടാതെ വരികയും ഓവുലേഷൻ നടക്കാതെ വരികയും ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഈ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, ഈ 3 ഘടകങ്ങൾ നമ്മൾക്ക് പല രീതിയിൽ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് PCOD ഉണ്ടെന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യാം. ഈ സിംറ്റംസ് ഒക്കെ കണ്ട് നമുക്ക് PCOD ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്ന ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫുഡ് കൺട്രോളിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്ക് PCODനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ ചേഞ്ചസ് പോലും നമുക്ക് PCODയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ PCOD ഉള്ളവർ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പ്രഗ്നൻസിക്കോ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ PCODനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.